Assalamu alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? Let us revise the last part, starting with the dua. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu rabbi zidni ilma rabbi zidni ilma rabbi zidni ilma. In the last class, I have ended the session with a question. So let us discuss that question, or let us say that every questions in physics regarding the poles, north and south, current flowing from north to south or south to north, will be the geographic poles. Suppose this is the earth. Where is the earth's north? Geographic north and south is like this. But magnetic north and south is this. The last class, what did I say? Magnetic needle attracts, north of magnetic needle attracts south of the earth. That means magnetic needle ആണിതെങ്കിൽ ഇങ്ങനെയാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. The north, the south. Okay, magnetic needle സൗത്ത് ജിയോഗ്രാഫിക് പോളിൻ്റെ നോർത്തുമായിട്ട് അട്രാക്റ്റ് ചെയ്യും. മാഗ്നറ്റിക് നീഡിലിൻ്റെ നോർത്ത് ജിയോഗ്രാഫിക് സൗത്തുമായിട്ടായിരിക്കും അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പം ഭൂമിയുടെ നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞാൽ ജിയോഗ്രാഫിക് നോർത്ത് സൗത്തും ഉണ്ട്, മാഗ്നറ്റിക് നോർത്ത് സൗത്തും ഉണ്ട്. അപ്പം ഞാൻ മാഗ്നറ്റിക് നോർത്ത് സൗത്തുമായിട്ടാണ് ഇങ്ങനെ ഓപ്പോസിറ്റ് അട്രാക്റ്റ് ചെയ്യുന്നത് പറഞ്ഞത്. ഇപ്പോൾ നമ്മളൊരു നാവിഗേഷൻ ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് നീഡിലും കൊണ്ടാണ് നാവിഗേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നോർത്ത് എങ്ങോട്ട് കാണിക്കുന്നോ നമ്മൾ ആ ജിയോഗ്രാഫിക് നോർത്തിലോട്ടാണ് പോകുന്നത്. നോർത്ത് എങ്ങോട്ട് കാണിക്കുന്ന ജിയോഗ്രാഫിക് നോർത്തിലോട്ടാണ്. കണ്ടോ, മാഗ്നറ്റിക് നീഡിലിൻ്റെ നോർത്ത് ജിയോഗ്രാഫിക് നോർത്തിലോട്ടാണ് പോകുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് ജിയോഗ്രാഫിക് നോർത്തും സൗത്തും ആയിരിക്കും. ക്വസ്റ്റ്യൻസ് നോർമലി ചോദിക്കുന്നത് ജിയോഗ്രാഫിക് നോർത്ത് സൗത്തും ആയിരിക്കും. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട. മാഗ്നറ്റിക് നോർത്ത് സൗത്ത് നോക്കണ്ട. മാഗ്നറ്റിക് നീഡിൽ ഏത് ദിശയിലിരിക്കുന്നോ, ഇപ്പം കറണ്ട് ഈസ് ഫ്ലോയിങ് ഫ്രം നോർത്ത് ടു സൗത്ത് എന്ന് പറഞ്ഞാൽ ഇതേപോലെയാണ് മാഗ്നറ്റിക് നീഡിൽ ഇരിക്കുന്നതെങ്കിൽ നോർത്ത് ടു സൗത്ത് കറണ്ട് ഫ്ലോ എന്ന് പറയണം. ഇപ്പോൾ മാഗ്നറ്റിക് നീഡിൽ ഇങ്ങനെയാണ് വെച്ചേക്കുന്നതെങ്കിൽ ഇത് നോർത്തും ഇത് സൗത്തും ആണെന്നുണ്ടെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സൗത്ത് ടു നോർത്ത് ആണെങ്കിൽ ഇങ്ങനെ ഫ്ലോ ചെയ്യും, നോർത്ത് ടു സൗത്ത് ആണെങ്കിൽ ഇങ്ങനെ ഫ്ലോ ചെയ്യും. അങ്ങനെയാണ് കറണ്ട് ഫ്ലോ നമ്മൾ വരയ്ക്കേണ്ടത്. ജിയോഗ്രാഫിക് നോർത്ത് സൗത്ത് വരച്ചാൽ മതി, മാഗ്നറ്റിക് നോർത്ത് സൗത്ത് വരയ്ക്കേണ്ട. ഓക്കെ, അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ പറയുക. ഐ എം റിപ്പീറ്റിംഗ് ദ ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചിരിക്കുക. ഐ എം റിപ്പീറ്റിംഗ് ദാറ്റ് ക്വസ്റ്റ്യൻ. കുറച്ചും കൂടെ ക്ലാരിറ്റി വരുത്തിയ ക്വസ്റ്റ്യൻ പറയാം. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധമുണ്ട് ഇതിന്. ഓക്കെ, സപ്പോസ് എ കണ്ടക്ടർ ഈസ് ക്യാരിയിങ് കറണ്ട് in the north south direction. To which side, to which direction will the magnetic needle deflect? So I am telling that current I is flowing from north to south എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ. മാഗ്നറ്റിക് നീഡിൽ ഇനി എങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പഠിച്ചതിൽ രണ്ട് കേസുണ്ട്, നോർമലും ബാക്ക്വേർഡും അല്ലേ. നോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് നീഡിൽ ഈസ് പ്ലേസ്ഡ് ബിലോ ദാറ്റ് കണ്ടക്ടർ ആൻഡ് ഇഫ് ദ മാഗ്നറ്റിക് നീഡിൽ ഈസ് അബവ് ദ കണ്ടക്ടർ ഡിഫറെൻറ്റ് കേസാണ് അല്ലേ. അപ്പോൾ രണ്ട് കേസുണ്ട് ഈ ക്വസ്റ്റ്യന്. ഫസ്റ്റ് കേസ് മാഗ്നറ്റിക് നീഡിൽ ഈസ് ബിലോ ദ കണ്ടക്ടർ. അപ്പോൾ ഞാനൊരു കണ്ടക്ടർ വരച്ചു, പോസിറ്റീവ് നോർത്ത് ടു സൗത്ത്, ബിലോ ദ കണ്ടക്ടർ. നോർത്ത് ഇവിടെ വരച്ചു, നോർമൽ. സൗത്ത് ഇവിടെ വരച്ചു. മാഗ്നറ്റിക് നീഡിലിൻ്റെ നോർത്ത് സൗത്ത് ഇങ്ങനെ ഇരിക്കും നോർമലി. ഓക്കെ, നോർത്ത് ടു സൗത്താണ് എനിക്ക് കറണ്ട് ഫ്ലോ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യേണ്ടത്. ഇത് പോയിൻറ്റ് എ, ഇത് പോയിൻറ്റ് ബി. കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യണമെങ്കിൽ പോസിറ്റീവ് ഇവിടെ കൊടുക്കണം, നെഗറ്റീവ് ഇവിടെ കൊടുക്കണം. ബിക്കോസ് കറണ്ട് എങ്ങനെയാണ് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത്? കൺവെൻഷണൽ കറണ്ട് ഈസ് ഓൾവേസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് കൺവെൻഷണൽ കറണ്ടിൻ്റെ ഫ്ലോ. അപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചാൽ എ ടു ബി വരയ്ക്കണം, എയും ബിയും പോയിൻ്റ് ചെയ്യണം. നോർത്ത് ടു സൗത്ത് ആണ് ചോദിച്ചേക്കുന്നതെങ്കിൽ നോർത്തിൻ്റെ സൗത്തിലോട്ട് ഇതുപോലെ അങ്ങ് വരയ്ക്കുക. കറണ്ടിൻ്റെ ഡയറക്ഷൻ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും നോക്കിയിട്ട് വരയ്ക്കുക. ദെൻ ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം ഏത് ഡിറക്ഷനിലോട്ടാണോ, ഈസ്റ്റിലോട്ടാണോ വെസ്റ്റിലോട്ടാണോ മൂവ് ചെയ്യുന്നതെന്ന് അല്ലേ. അപ്പോൾ ഞാൻ
നോർമൽ സ്വിമ്മിംഗ് ആണിത് അല്ലേ? മാഗ്നറ്റിക് നീഡിൽ താഴെയാണ്. സോ ഇറ്റ്സ് നോർമൽ സ്വിമ്മിംഗ്. സോ ദ മാൻ ഈസ് മൂവിങ് ഫ്രം ബി ടു എ. ദ മാൻ ഈസ് സ്വിമ്മിങ് ഫ്രം ബി ടു എ അല്ലേ? മാൻ ഈസ് സ്വിമ്മിങ് ഫ്രം ബി ടു എ. വെയർ ഈസ് ഹിസ് ലെഫ്റ്റ് ഹാൻഡ് ഗോയിങ്? ലെഫ്റ്റ് ഹാൻഡ് ഏത് സൈഡിലോട്ടാണ് പോകുന്നത്? ഓക്കെ, കൈ എടുത്തോ. ഈ ഡയറക്ഷനിലോട്ട് പോകുന്നതായിട്ട് അസ്യൂം ചെയ്യും. ഹിസ് ലെഗ് ഈസ് ഹിയർ, ഹിസ് ഹെഡ് ഈസ് ഹിയർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സ്വിം ചെയ്ത് പോകുന്നത്. സോ ലെഫ്റ്റ് സൈഡ് ഏത് സൈഡിലോട്ടായിരിക്കും പോകുന്നത്? ലെഫ്റ്റ്. നിങ്ങൾ തമ്പാണോ പോകുന്നത് അതോ സ്മോൾ ഫിംഗറാണോ പോകുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ. ലെഫ്റ്റിലോട്ട് പോകുന്നത് തമ്പാണോ പോകുന്നത്? ഏതാ ലെഫ്റ്റ് ഹാൻഡ്? കൊച്ചു വിരലാണ് ലെഫ്റ്റ് ഹാൻഡ്. അപ്പം നമുക്ക് ഈസ്റ്റ് ഡയറക്ഷനാണ് കിട്ടുന്നത്. നോർത്ത് പോൾ ഓഫ് ദ നീഡിൽ മൂവ്സ് ടുവേർഡ്സ് ദ ഈസ്റ്റ് സൈഡ്. മാൻ വരയ്ക്കുവാണെങ്കിൽ മാനിൻ്റെ ഈ സൈഡിലോട്ടായിരിക്കും ലെഫ്റ്റ് ഹാൻഡ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിലോട്ടായിരിക്കും നോർത്ത് പോൾ മൂവ് ചെയ്യുന്നത്. മാനിൻ്റെ ഈ സൈഡിലോട്ടായിരിക്കും ലെഫ്റ്റ് ഹാൻഡ് മൂവ് ചെയ്യുന്നത്. അപ്പം ഈസ്റ്റിലോട്ടായിരിക്കും ഡിഫ്ലക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ. അപ്പോൾ ഇത് മൂന്നും നിങ്ങൾ വരച്ചെടുക്കുക. മനസ്സിലായല്ലോ? ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് മാഗ്നറ്റിക് നീഡിൽ അപ്വേർഡ്സ് വെച്ച് വരയ്ക്കാം. കണ്ടക്ടറിൻ്റെ നോർത്ത് സൗത്ത് ഓഫ് ദ നീഡിൽ. ഇതേപോലെ നോർത്ത് ടു സൗത്ത് എനിക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. പക്ഷേ എന്താണ് വ്യത്യാസം? വാട്ട്സ് ദ ഡിഫറൻസ്? മാഗ്നറ്റിക് നീഡിൽ ഈസ് പ്ലേസ്ഡ് അബവ് ദ കണ്ടക്ടർ. ക്വസ്റ്റ്യനിൽ അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഫ് ദ മാഗ്നറ്റിക് നീഡിൽ ഈസ് പ്ലേസ്ഡ് അപ്വേർഡ്സ് അബവ് ദ കണ്ടക്ടർ എങ്കിൽ ബാക്ക്വേർഡ് സ്വിമ്മിങ് നോക്കണം. ബാക്ക്വേർഡ് സ്വിമ്മിങ് നോക്കണം. ആലോചിച്ചേ, ബാക്ക്വേർഡ് ഒരാൾ സ്വിം ചെയ്യുന്നത് ആലോചിച്ചേ. ബി ടു എ ബാക്ക്വേർഡ് സ്വിം ചെയ്യുന്നു. ഏത് സൈഡിലോട്ടായിരിക്കും ലെഫ്റ്റ് ഹാൻഡ് പോകുന്നത്? വെസ്റ്റിലോട്ടായിരിക്കും ലെഫ്റ്റ് ഹാൻഡ് പോകുന്നത്. ഏത്? നോർത്ത് എന്ന് പറയുന്ന നീഡിൽ വെസ്റ്റിലോട്ട് മൂവ് ചെയ്യും, ഡിഫ്ലക്റ്റ് ചെയ്യും. നോർത്ത് നീഡിൽ വെസ്റ്റിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. ആ മാൻ ബാക്ക്വേർഡ്സ് മൂവ് ചെയ്യുകയാണ്. മാൻ്റെ ഫേസ് മേളിലോട്ടാണ്. മാൻ്റെ ലെഫ്റ്റ് ഹാൻഡ് വെസ്റ്റിലോട്ടായിരിക്കും ഇരിക്കുക. ഇപ്പം ഇത് മാൻ നോർമൽ സ്വിമ്മിംഗ് ആണ്, ഇത് മാൻ ബാക്ക്വേർഡ് സ്വിമ്മിംഗ് ആണ്. അപ്പോൾ ഈ രണ്ട് കേസും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, ഐ എം ഗോയിങ് ടു മൂവ് ഓൺ. പേജ് നമ്പർ 35 you have something to complete. Let us complete that. Page number 35, you have a table to complete. What does the table say? Look at that. Two tables are there for you to complete. Direction of current from A to B clockwise ആണോ ആൻറ്റി ക്ലോക്ക് ആണോ എന്ന് പറയണം. ആൻഡ് ഡയറക്ഷൻ ഫ്രം ബി ടു എ ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് പറയണം. കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇത് നോർമൽ സ്വിമ്മിങ്ങിൻ്റെ കാര്യമാണ്. കറണ്ട് നോർമലി പോവുകയാണ്, ബാക്ക്വേർഡ് സ്വിമ്മിങ്ങിൻ്റെ കാര്യമല്ല. സോ എ ടു ബി ആണെങ്കിൽ ക്ലോക്ക് വൈസ് ആയിരിക്കുമോ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഡയറക്ഷൻ എ ടു ബി ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കേ. എ ടു ബി ഡയറക്ഷനിൽ 2.3a ഫിഗർ നോക്കിക്കേ. ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്രം എ ടു ബി ആണെങ്കിൽ വെസ്റ്റിലോട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. വെസ്റ്റിലോട്ടും ആയിരിക്കും അല്ലേ? എഴുതിയെടുത്തോ. ബി ടു എ ആണെങ്കിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും ഡിഫ്ലക്ഷൻ, ഈസ്റ്റിലോട്ടാണ്. ക്ലോക്ക് വൈസ് ഡിഫ്ലക്ഷൻ എപ്പോഴും ഈസ്റ്റിലോട്ടാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ വെസ്റ്റിലോട്ടാണ്, ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റിലോട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ടേബിൾ ഇങ്ങനെ ആയിരിക്കും. സെക്കൻഡ് ടേബിൾ എന്താണ്? റിവേഴ്സിങ്, അതായത് ബാക്ക്വേർഡ് സ്വിമ്മിങ്ങിൻ്റെ കേസിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ
ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്നാണ് ചോദ്യം. കറണ്ടിൻ്റെ ഡയറക്ഷൻ എ ടു ബിയും ബി ടു എയും ഉണ്ട്. ഓക്കെ, എ ടു ബിയും ബി ടു എയും ഉണ്ട്. വാട്ട് ഈസ് ദ ആൻസർ? എ ടു ബി ഫ്ലോ ചെയ്യാണ് when the magnetic needle is above the conductor clockwise. A to B clockwise and B to A anti-clockwise. A to B clockwise, B to A anti-clockwise. Clockwise എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് എന്ന് പറയണം, ആൻറ്റി ക്ലോക്ക് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് എന്ന് പറയണം. ഇത് എഴുതിയെടുത്തോ. നമ്മളെപ്പോൾ ചോദിച്ചാലും നമുക്ക് ഈ ഫിഗർ, ഈ ടേബിൾ ഓർത്ത് വെച്ചിരുന്നാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, സൗത്ത് നോർത്ത് അല്ലെങ്കിൽ നോർത്ത് സൗത്ത് ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, മാഗ്നറ്റിക് നീഡിൽ എങ്ങനെ വെച്ചേക്കുന്നോ നമ്മൾ ആ ഡയറക്ഷൻ വെച്ചിട്ട് ചെയ്താൽ മതി. ജിയോഗ്രാഫിക് നോർത്ത് ആൻഡ് സൗത്ത് കൺസിഡർ ചെയ്താൽ മതി. മാഗ്നറ്റിക് നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ദ എർത്ത് കൺസിഡർ ചെയ്യണ്ട. അപ്പം കൺസിഡറിങ് ദ ജിയോഗ്രാഫിക് നോർത്ത് സൗത്ത്, എ ടു ബി എന്ന് പറയുന്നത് സൗത്ത് ടു നോർത്ത് ആയിരിക്കും, ബി ടു എ എന്ന് പറയുന്നത് തിരിച്ച് നോർത്ത് ടു സൗത്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മളുടെ ഫിഗർ ഓർമ്മയില്ലേ, അത് വെച്ചിട്ട് ഹിയർ എ ടു ബി സൗത്ത് ടു നോർത്ത്, ബി ടു എ നോർത്ത് ടു സൗത്ത് റിഗാർഡിങ് കമ്പയറിങ് ദ മാഗ്നറ്റിക് നീഡിൽ. അപ്പോൾ ഇത് എഴുതിയെടുത്തല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിലോട്ട് പോകാം. വി ഹാവ് ടു ലേൺ 3 different types of magnetic effect for 3 different types of conductors. Firstly, we take a straight conductor, then we study about a loop, then we study about a solenoid. Straight conductor എങ്ങനെയാണ് മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാകുന്നത്, ഏത് ഡയറക്ഷനിലാണ്, ലൂപ്പിൽ എങ്ങനെയാണ്, അതേപോലെ ഹെലിക്സ് പോലെ ഇരിക്കുന്ന ഈ സോളിനോയിഡിലും എങ്ങനെയാണ് കറണ്ടിൻ്റെ മൂവ്മെൻറ്റും എങ്ങനെയാണ് മാഗ്നറ്റിക് ഇഫക്റ്റ് ഉണ്ടാകുന്നതെന്നും നമ്മൾ പഠിക്കണം. സോ ഇൻ ദിസ് സെഷൻ വി വിൽ കൺസിഡർ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഓക്കെ, ലെറ്റ് us begin. ഓക്കെ, സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. അപ്പോൾ റൈറ്റ് ദ ഹെഡിങ്, മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് current in a straight conductor. Magnetic effect of in a straight conductor. ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ നമ്മൾ മനസ്സിൽ വിചാരിക്കണം, അല്ലേ? ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ വിചാരിക്കണം. സ്ട്രെയിറ്റ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഇരിക്കുന്ന ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ആലോചിച്ച് നോക്കുക. ഈ സ്ട്രെയിറ്റ് കണ്ടക്ടറിൽ സൗത്ത് ഓഫ് ദ കണ്ടക്ടറും നോർത്ത് ഓഫ് ദ കണ്ടക്ടറുമാണ്. സൗത്ത് ടു നോർത്ത് കറണ്ട് ഫ്ലോ ചെയ്തൂടെ? കറണ്ട് സൗത്ത് ടു നോർത്ത് ഫ്ലോ ചെയ്തൂടെ? അതേപോലെ നോർത്ത് ടു സൗത്തും ഫ്ലോ ചെയ്യാമല്ലോ, അല്ലേ? ഓക്കെ, കൺസിഡർ a current carrying conductor which flows from south to north. Then how the magnetic field direction comes? How does the magnetic field direction comes? അതിനൊരു റൂൾ ഉണ്ട്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഇറ്റ് ഡൗൺ. ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് റൈറ്റ് ഹാൻഡ് thumb rule. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ മനസ്സിലായോ? സ്ട്രെയിറ്റ് കണ്ടക്ടേഴ്സിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചാണ് നമ്മൾ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്താണെന്ന് പറയാം. ഇമാജിൻ യു ആർ ഹോൾഡിംഗ് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ യുവർ റൈറ്റ് ഹാൻഡ്. Imagine you are holding a current carrying conductor in your right hand in such a way that the thumb of the right hand shows the direction of current flowing through it. This is the conductor. I am holding the conductor. Current upwards ആണ്, so എൻ്റെ thumb upwards ആണ്. മനസ്സിലായോ? Then the magnetic field will be in the direction of the fingers encircling it. ഇപ്പം
അപ്പോൾ എൻ്റെ ഫിംഗേഴ്സ് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം അപ്വേർഡാണ് എൻ്റെ തമ്പ് ഇരിക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് എൻ്റെ ഫിംഗേഴ്സ് എൻസർക്കിൾ ചെയ്യുന്നത് അല്ലേ. അപ്പം ഇങ്ങനെയാണ് മൂവ്മെൻറ്റ്. ആരോ മാർക്ക് ഇങ്ങനെ പോയിട്ട് തിരിച്ച് ബാക്ക്വേർഡ്സ് വരണം. സോ ഈ സൗത്ത് ടു നോർത്ത് പോകുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. നോർത്ത് ടു സൗത്ത് പോകുമ്പം ഡൗൺവേർഡ്സ് പിടിക്കണം. കണ്ടക്ടർ പിടിച്ചു, എൻസർക്കിൾ ചെയ്തു, ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുന്നത്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ക്ലോക്ക് വൈസ്. അപ്പം ലെറ്റ് മീ ക്ലാരിഫൈ. ഇമാജിൻ യു ആർ ഹോൾഡിംഗ് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ with your right hand such that the thumb point to the direction of the current. Then the direction of magnetic field will be the fingers encircling the conductor. Will be of the fingers encircling the conductor. അപ്പോൾ എഴുതിയെടുത്തോ. Imagine you are holding a current carrying conductor with the right hand in such a way that the thumb points the direction of current. Then the direction in which the other fingers encircle the conductor, the direction in which the other fingers encircle the conductor gives the direction of magnetic field. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാൻ ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. എന്തെന്നറിയാവോ? ഞാൻ സൗത്തിൽ നിന്ന് നോർത്തിലോട്ട് പോകുമ്പോൾ കറണ്ട് മേളിലോട്ട് പോകുന്നു. അപ്പോൾ മേളിലോട്ട് നോക്കി നിൽക്കുന്ന ഒരാൾ, ഇത് താഴോട്ട് നോക്കി നിൽക്കുന്ന ഒരാൾ. ഓക്കെ, മേളിലോട്ട് നോക്കി നിൽക്കുന്ന ആൾ എപ്പോഴും മേളിലോട്ട് നോക്കി നിൽക്കുന്ന ആളാണ്. ഇത് താഴോട്ട് നോക്കി നിൽക്കുന്ന ആൾ ഒരു താഴ്മയുള്ള ആളാണ്. താഴ്മയുള്ള ആൾ, താഴോട്ട് നോക്കി നിൽക്കുന്ന ആൾ താഴ്മയുള്ള ആൾ അല്ലേ. താഴ്മയുള്ള ആൾ നല്ല രീതിയിലാണ് മൂവ് ചെയ്യുന്നത്, ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും മേളിലോട്ട് നോക്കി നിൽക്കുന്ന ആൾ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ്, തല തിരിഞ്ഞാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. ഇത് ഓർത്ത് വയ്ക്കാനൊരു ട്രിക്കാണ്. അപ്പോൾ എപ്പോൾ ചോദിച്ചാലും നമുക്ക് സൗത്ത് ടു നോർത്ത് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഫിംഗർ വെച്ച് പിടിച്ച് നോക്കുക. എപ്പോഴും ഓർമ്മ ഇരിക്കുക, അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് മൂവ് ചെയ്യാണ് കറണ്ട് എന്നുണ്ടെങ്കിൽ താഴോട്ട് നോക്കുക. അതെപ്പോഴും താഴോട്ട് നോക്കുന്നവർ ക്ലോക്ക് വൈസ് ആയിരിക്കും മൂവ് ചെയ്യുന്നത്. എന്ത്? മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇത് രണ്ടും മറക്കത്തില്ലല്ലോ. നോർത്ത് ടു സൗത്ത് മൂവ് ചെയ്യുന്നവർ ക്ലോക്ക് വൈസ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. സൗത്ത് ടു നോർത്ത് മൂവ് ചെയ്യുന്ന കറണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പം സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിച്ചു. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് ദ വെസ്റ്റ്, ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് ദ ഈസ്റ്റ്. അത് ഓർക്കുക. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ വെസ്റ്റിലോട്ട് നീങ്ങും, ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റിലോട്ട് നീങ്ങും. അത് നമ്മൾ നേരത്തെയും പറഞ്ഞല്ലോ, ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൻ്റെ കാര്യം. ഓക്കെ, ഇനി നമുക്ക് ഇതേ സ്ട്രെയിറ്റ് കണ്ടക്ടറിനെ നമ്മുടെ ടെക്സ്റ്റിൽ പഠിച്ചേക്കുന്ന കണക്ക് നമുക്ക് നോക്കാം. ഇതൊന്നുമില്ല, ഇത് ആദ്യം ഇത് വരയ്ക്കുക. ഫസ്റ്റ്ലി ഡ്രോ ദിസ്. ഓക്കെ, ദെൻ നമുക്ക് ടെക്സ്റ്റിലോട്ട് പോകാം. ടെക്സ്റ്റിൽ എപ്പോഴും ഒരു കാർഡ് ബോർഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തിനാണ്? കാർഡ് ബോർഡിലാണ് നമ്മൾ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിനെ വെക്കുന്നതെന്നാണ് പറയുന്നത്. സോ ഒരു കാർഡ് ബോർഡ് എടുക്കുക, എന്നിട്ട് ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിനെ പിയേഴ്സ് ചെയ്യുക. ഓക്കെ, പിയേഴ്സ് ചെയ്ത് രണ്ട് ഹോളിൽ കൂടെ പിയേഴ്സ് ചെയ്യുക. എന്നിട്ട് കറണ്ടിനെ നമുക്ക് ഒരു രീതിയിൽ കൊടുക്കണം. പോസിറ്റീവ് നെഗറ്റീവാണ് കൊടുക്കുന്നതെങ്കിൽ കറണ്ട് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ അപ്വേർഡ്സ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് പോയിൻറ്റ് എ, ഇത് പോയിൻറ്റ് ബി ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഈ കാർഡ് ബോർഡിൽ പിയേഴ്സ് ചെയ്തിരിക്കുന്ന ആ പോയിൻറ്റിന് എക്സ് എന്നും ഈ പോയിൻറ്റിന് വൈ എന്നുമാണ് കൊടുത്തേക്കുന്നത്. ഇത് ഡി, ഇത് സി. അപ്പോൾ സോ വി ആർ ടേക്കിംഗ് എ പോർഷൻ from A to B. Current passing from south to north. South to north ആണെങ്കിൽ എപ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും ഡയറക്ഷൻ അല്ലേ? ആൻറ്റി അല്ലേ? എളുപ്പമല്ലേ പറയാൻ? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. സൗത്ത് ടു നോർത്ത് ആണ്. റൈറ്റ് ഹാൻഡ് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടും. ഈ പോർഷൻ വരുമ്പം സി ടു ഡി പോർഷൻ വരുമ്പോഴത്തേക്കും നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് പോകുന്ന സെഗ്മെൻ്റ് ആണ്. സോ ക്ലോക്ക് വൈസ്
ക്ലോക്ക് വൈസ് ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. ഇത്രയാണ് ഈ കാർഡ് ബോർഡിൽ നമുക്ക് വരയ്ക്കാനുള്ളത് അല്ലേ. ഈ സൈഡിൽ ഇങ്ങനെ വെച്ച് നോക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ആണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഇത് വരച്ചെടുക്കുക. അപ്പം എക്സ് പോയിന്റിൽ ഏത് ഡയറക്ഷനിലോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്? ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? ആൻറ്റി ക്ലോക്ക് വൈസ്. വൈയിലാണെങ്കിലോ ക്ലോക്ക് വൈസ് ആയിരിക്കും. ഓക്കെ, ഇതേ ഉള്ളൂ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് നമ്മൾ പഠിച്ച സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. സോ നൗ വി ആർ ഗോയിങ് ടു ലേൺ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറണ്ട് ഇൻ എ ലൂപ്പ്. അപ്പോൾ ഞാനൊരു ലൂപ്പ് വരയ്ക്കണം അല്ലേ. ഒരു ലൂപ്പ് വരച്ചു, ഒരു സർക്കുലർ ലൂപ്പ് വരച്ചു. ഓക്കെ, ഈ സർക്കുലർ ലൂപ്പിന് കോയിലെന്നും പറയാം, ലൂപ്പെന്നും പറയാം. അപ്പോൾ ഹെഡിങ് മാറ്റിക്കോ, ഓഫ് എ കോയിൽ എന്നെഴുതിയാൽ മതി. ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ കോയിൽ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, അപ്പോൾ സർക്കുലർ കോയിൽ ഞാൻ എടുത്തു. ഇപ്പം ഞാൻ സപ്പോസ് ദ കറണ്ട് ഈസ് പാസിങ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആൻഡ് പോസിറ്റീവിൽ നിന്ന് പോയി നെഗറ്റീവിലോട്ട് വന്നു. അപ്പോൾ ഈ കറണ്ട് പാസ് ചെയ്യുന്നത് താണ്ട് ഇങ്ങനെയാണല്ലേ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഞാൻ കറണ്ടിനെ പാസ് ചെയ്തത്. അപ്പം ഇൻ എ ലൂപ്പ് സപ്പോസ് ഐ എം ടേക്കിംഗ് എ കറണ്ട് വിച്ച് ഈസ് പാസിങ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പം എന്തായാലും മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുമല്ലോ. എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ക്രിയേറ്റഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു മാഗ്നറ്റ് പോലെ വരും. ഒരു നോർത്ത് പോൾ കാണും, ഒരു സൗത്ത് പോൾ കാണും അല്ലേ. ഓരോ മാഗ്നറ്റിനും നോർത്ത് പോളും സൗത്ത് പോളും ഒക്കെ ഇല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഒക്കെ ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ, I am passing the current from the positive terminal to the negative terminal so that the current is passing in anti-clockwise direction. Anti-clockwise ആയിട്ടായിരിക്കും I എന്ന് പറഞ്ഞാൽ കറണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എങ്കിൽ ഇവിടെ കൂടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? ഏത് ഡയറക്ഷനിലായിരിക്കും? സപ്പോസ് ഞാൻ ഈ പോർഷൻ എടുക്കുകയാണ്, ടേക്ക് എ പോർഷൻ. ഇതൊരു സ്ട്രെയിറ്റ് കണ്ടക്ടറായിട്ട് കൺസിഡർ ചെയ്യുക. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒന്ന് പറഞ്ഞേ, എങ്ങോട്ടായിരിക്കും? ഇവിടെ നിന്ന് അകത്തോട്ട് കയറിയിട്ട് പിന്നെ അകത്തുനിന്ന് വെളിയിലോട്ട് വരും. അപ്പം ഇത് വെളിയിലോട്ട് വരുന്നത്, ഇത് അകത്തോട്ട് പോകുന്നത്. ഈ രണ്ട് മാർക്കിങ് ഞാൻ പറഞ്ഞുതരാം. ദിസ് മാർക്കിംഗ് ഈസ് ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഗോയിങ് ഇൻ ടു ദ ബോർഡ് ആൻഡ് ദിസ് മാർക്കിംഗ് ഈസ് ഫോർ മാഗ്നറ്റിക് ഫീൽഡ് കമ്മിങ് ഔട്ട്വേർഡ്സ് ഫ്രം ദ ബോർഡ്, അല്ലെങ്കിൽ ടുവേർഡ്സ് അസ്. ഇത് അവേ ഫ്രം അസ്. ഇൻ ടു ദ ബോർഡ് എന്ന് പറഞ്ഞാൽ അവേ ഫ്രം അസ്. ഡോട്ട് കൊടുത്തേക്കുന്നത് ടുവേർഡ്സ് അസ്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സെൻറ്റർ ഓഫ് ദ കോയിൽ നോക്കണം. ഇവിടെ നോക്ക്, ഈ പോർഷൻ നോക്ക്. ഇവിടെയും ഇങ്ങനെ പോയി അകത്തുനിന്ന് അപ്പം സെൻറ്റർ ഓഫ് ദ കോയിലെല്ലാം ഡോട്ടാണ് വരുന്നത്. അതായത് പുറത്തോട്ടാണ്. ഞാൻ റൈറ്റ് ഹാൻഡ് വെച്ച് നോക്കുമ്പം എനിക്ക് കിട്ടുന്നത് പുറത്തോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത് അല്ലേ. അപ്പം ഇവിടെയും പുറത്തുനിന്ന് കണ്ടോ, സെൻറ്റർ ഓഫ് ദ കോയിൽ എന്ന് പറഞ്ഞാൽ ഔട്ട് ഫ്രം ദ കോയിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്തെഴുതും? ഔട്ട് ഫ്രം ദ കോയിൽ അറ്റ് ദ സെൻറ്റർ. ഇതെഴുതിയെടുക്കണേ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കമ്മിങ് ഔട്ട് ഫ്രം ദ കോയിൽ ഇൻ ദ സെൻറ്റർ ഓഫ് ദ കോയിൽ. സെൻറ്റർ ഓഫ് ദ കോയിലിൻ്റെ കാര്യം മാത്രമേ നോക്കിയാൽ മതി. അപ്പം കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കംസ് ഔട്ട് ഫ്രം ദ കോയിൽ. ഇത് മനസ്സിലായോ? ഓക്കെ. ഇനി ഈ ഔട്ട് ഫ്രം ദ കോയിൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു മാഗ്നറ്റിക് ബാർ എടുക്കുകയാണ്. ബാർ മാഗ്നറ്റിൻ്റെ നോർത്തും സൗത്തുമാണ്. So how does the magnetic lines flow? From north to south അല്ലേ. From north to south magnetic lines flow. അപ്പം നോർത്തിൽ നിന്നാണ് എല്ലാ മാഗ്നറ്റിക് ലൈൻസും പുറത്തോട്ട് വരുന്നത് അല്ലേ. സൗത്തിലോട്ടാണ് വന്ന് എമേർജ് ചെയ്യുന്നത്. ഡ്രോ ദിസ്. നോർത്തിൽ നിന്ന് എല്ലാ മാഗ്നറ്റിക് ലൈൻസും പുറത്തോട്ട് വരും. എമേർജിങ് ആൻഡ് മേർജിങ്, ജോയിനിങ്
എല്ലാം വന്ന് കയറുന്നത് സൗത്ത് പോളിൽ. നോർത്ത് പോളിൽ നിന്ന് എല്ലാം പുറത്തോട്ട് പോകും, സൗത്ത് പോളിലെല്ലാം വന്ന് കൂടും. റൈറ്റ്? അപ്പോൾ ഇത് വരയ്ക്കുക. ഇനി ഞാൻ പറയുന്നത് ഈ സെൻറ്റർ ഓഫ് ദ കോയിൽ ഏത് പോളായിരിക്കും എന്ന് പറയാമോ? എല്ലാം നമ്മൾ ടുവേർഡ്സ് നമ്മളാണ് വരുന്നത്. ടുവേർഡ്സ് ഔട്ട്സൈഡ്, ബോർഡിൻ്റെ ഔട്ട്സൈഡ് നമ്മളിലോട്ടാണ് ഇത് വരുന്നത്, എല്ലാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പുറത്തോട്ട് വരുന്നത് എങ്ങോട്ടാണ്? ഏത് പോളാ? നോർത്ത് പോളാണ് അല്ലേ? അപ്പം നോർത്ത് പോളിന് ഒരു ചെറിയ ട്രിക്കാണ്. നോർത്ത് പോള് ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് ആണെങ്കിൽ ആ സൈഡ് നോർത്ത് പോൾ ആയിരിക്കും. ഇതാണ് അതിൻ്റെ ഫിഗർ. ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് ആണെങ്കിൽ നോർത്ത് പോൾ ആയിരിക്കും ആ സൈഡ്. സെൻറ്റർ ഓഫ് ദ കോയിൽ ആക്ട് ആസ് നോർത്ത് പോൾ. മനസ്സിലായോ? അപ്പം 3 പോയിൻ്റ് ഉണ്ട്. കറണ്ട് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡ് കംസ് ഔട്ട് ഫ്രം ദ കോയിൽ അറ്റ് ദ സെൻറ്റർ, സോ ദാറ്റ് എവറി മാഗ്നറ്റിക് ലൈൻസ് കംസ് ഔട്ട് ഫ്രം വിച്ച് പോൾ? നോർത്ത് പോൾ. ട്രിക്ക് എന്താണ്? ഇങ്ങനെ വരയ്ക്കണം. ഇതാണ് നോർത്ത് പോളായിട്ട് ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ. ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ടിനെ അങ്ങനെ സംഭവിക്കൂ അല്ലേ? അതെ. ഇനി ഇതേ കോയിലിന് ഒരു ബാക്ക് സൈഡ് കാണും. ദി സെയിം കോയിൽ വിൽ ഹാവ് എ ബാക്ക് സൈഡ് ഓൾസോ. ലെറ്റ് us ലുക്ക്. ദിസ് കറണ്ട് ഈസ് പാസിംഗ് ഫ്രം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ? ഐ ആം ടേണിംഗ് അറൗണ്ട് ദിസ് കോയിൽ. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഐ ആം ടേണിംഗ് അറൗണ്ട് ദിസ് കോയിൽ. വാട്ട് ഡു യു സീ നൗ? എൻ്റെ കൈ ഏത് ഡയറക്ഷനിലോട്ടാണ് നിങ്ങൾക്ക് കാണുന്നത്? ഹൗ ഡു യു സീ മൈ ഡയറക്ഷൻ ഓഫ് കറണ്ട്? ക്ലോക്ക് വൈസ് ആയല്ലേ? യു സീ ദാറ്റ് മൈ ഹാൻഡ് ഈസ് മൂവിങ് ക്ലോക്ക് വൈസ്. ഹിയർ മൈ ഹാൻഡ് ഈസ് മൂവിങ് ആൻറ്റി ക്ലോക്ക് വൈസ്. Okay, now I am going to the back side of the coil. At the back side of the coil what happens? Anti clockwise മാറി എന്തായി? ക്ലോക്ക് വൈസ് ആയി. അപ്പം ഈ ഒരു കോയിലിന് നമ്മൾക്ക് ഒരു ഫേസ് ഉണ്ടെങ്കിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡ് എന്തായിരിക്കും? ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും നമുക്ക് കാണുന്നത്. സോ അത് നമുക്ക് വരയ്ക്കണ്ടേ? അത് വരയ്ക്കാം. അപ്പം നെക്സ്റ്റ് ഫിഗർ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരയ്ക്കാം. അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കുക എങ്ങനെ വരും കറണ്ടെന്ന്. Okay, tell with me. I am going to draw a loop. Clockwise directionൽ മൂവ് ചെയ്യണം അല്ലേ? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇങ്ങനെയല്ലേ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്തു. അപ്പം എനിക്ക് ഇവിടുത്തെ സെക്ഷൻ എടുത്തു, റൈറ്റ് ഹാൻഡ് എടുത്തു. റൈറ്റ് ഹാൻഡ് ഇങ്ങനെ വരുന്നു. ഇപ്പം ഇവിടെ ഇൻറ്റു വരും, ഇവിടെ ഔട്ട്വേർഡ്സ് വരും. ഇൻറ്റു ദ ബോർഡ്, ഔട്ട്വേർഡ്സ് ദ ബോർഡ്. ഇവിടെയും അതുപോലെ തന്നെ ഈ സെക്ഷൻ എടുത്താൽ ഇവിടെ ഇൻറ്റു ദ ബോർഡ്, ഇവിടെ ഔട്ട്വേർഡ്സ് ദ ബോർഡ്. ഇവിടെയും ഇൻറ്റു ദ ബോർഡ്, ഇവിടെ ഔട്ട്വേർഡ്സ് ദ ബോർഡ് അല്ലേ? അപ്പോൾ കറണ്ട് ഏതാണ്? ഫസ്റ്റ് പോയിന്റ്, കറണ്ട് ഇൻ ക്ലോക്ക് വൈസ്. എഴുതിയോ? കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൻ്റെ സെൻറ്റർ ഓഫ് ദ ലൂപ്പ്, സെൻറ്റർ ഓഫ് ലൂപ്പ് ഇൻറ്റു ദ കോയിൽ, into the board, into the coil ആണ് കാണിക്കുന്നത്. സോ ദാറ്റ് മാഗ്നറ്റ് വരയ്ക്കുക. ഇൻറ്റു ദ മാഗ്നറ്റ് വരുന്ന ലൈൻസ് ഒക്കെ ഏത് പോളാണ്? സൗത്ത് പോളാണ്. റിമെമ്പർ, സൗത്ത് പോളാണ്. അപ്പോൾ ഇൻറ്റു ദ കോയിൽ വരുമ്പോഴത്തേക്കും സൗത്ത് പോൾ വരും. ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോൾ, ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോൾ, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആ സ്ഥലം നോർത്ത് പോൾ. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരച്ചു. ഫസ്റ്റ് പോയിന്റ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ കോയിൽ വിൽ ബി ഇൻറ്റു. അപ്പോൾ ഇൻറ്റു ആയിരിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ദ സൗത്ത് പോൾ. അപ്പോൾ ആ ലൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലൂപ്പിന് ഒരു സൈഡ് നോർത്തും ഒരു സൈഡ് സൗത്തും ആയി അല്ലേ? നോർത്ത് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, നോർത്ത് എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. സൗത്ത് എന്ന് പറഞ്ഞാൽ കറണ്ട് ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ ക്ലോക്ക് വൈസ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സ്ഥലം നോക്കിയിട്ട് നമ്മൾ പറയുക ഇത് സൗത്താണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നോക്കുമ്പോൾ അത് നോർത്താണ്. അപ്പോൾ ഈ 3 പോയിൻറ്റും എഴുതാൻ അറിയാമല്ലോ. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലോട്ട് പോകാം. ടെക്സ്റ്റിലെ 3 ഡയമെൻഷണൽ പിക്ചർ നോക്ക്. പേജ് നമ്പർ 37. ദ സെയിം തിങ് ആണ്, ജസ്റ്റ് ഒന്ന് 3 ഡയമെൻഷനിൽ ആക്കിയെന്നേ ഉള്ളൂ. ദ കീപ്പിംഗ് എ കാർഡ് ബോർഡ് ഫോർ ഡ്രോയിങ് ദ മാഗ്നറ്റിക് ലൈൻസ്. ഓക്കെ, in the cardboard there will be one side will be clockwise, one side will be anti-clockwise. So we can draw
വിച്ച് ഹൗ ദ ഇപ്പം എ ആൻഡ് സി രണ്ട് പോയിൻറ്റ്സ് ഉണ്ട്, എയും സിയും ഉണ്ട് ടെക്സ്റ്റിൽ. ആ എയിലും സിയിലും എങ്ങനെയാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് എങ്ങോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് നമ്മൾ മാർക്കിങ്സ് നോക്കുക. ഇപ്പം ഞാൻ ഈ രണ്ട് പിക്ചേഴ്സും വെച്ചിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു എങ്ങനെയാണ് മാർക്കിങ്സ് വരുന്നത്. ക്ലോക്ക് ആണോ, ആൻറ്റി ക്ലോക്ക് ആണോ, ഇൻ ടു ദ ബോർഡാണോ, ഔട്ട് ഫ്രം ദ കോയിലാണോ, എല്ലാം പറഞ്ഞല്ലോ. അത് വെച്ചിട്ട് നിങ്ങൾ ഈ ഫിഗർ ഒന്ന് പഠിക്കുക. ഓക്കെ, കമ്പയർ ദ ഫിഗർ I have given with the figure in the text. Join them. Study well according to it. മനസ്സിലായോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെയും ലൂപ്പിൻ്റെയും കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ക്രിയേറ്റ് ആവും, ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ബി ക്രിയേറ്റഡ്, അല്ലേ? അതാണ് നമ്മൾ പഠിച്ചത്. വാട്ട് ഈസ് ദ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ? Maxwell's right hand thumb rule എന്നാണ് എൻ്റെ പേര്. Maxwell's right hand thumb rule says that imagine you are holding a current carrying conductor in your right hand and the current passing, the thumb shows the current passing through it. Then the fingers encircling the conductor will show the direction of magnetic field. This is the Maxwell's right hand thumb rule. ഓക്കെ, അപ്പോൾ ഈ സ്ട്രെയിറ്റ് കണ്ടക്ടർ പഠിച്ചു, ലൂപ്പ് പഠിച്ചു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സോളിനോയിഡ് പഠിക്കാം. ഓക്കെ, അപ്പം അതേപോലെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ ലൂപ്പ് കൂടുവോ കുറയോ, കറണ്ട് ഇൻറ്റൻസിറ്റി കൂടുവോ കുറയോ, ഇതൊക്കെയാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് ക്ലാസ്. ഐ എം വൈൻഡിങ് അപ്പ് ദ ക്ലാസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.